രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകി. രാഹുൽ മാങ്കൂട്ടത്തിൽ വനിതാ ജേർണലിസ്റ്റിനെ പീഡിപ്പിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഹു കേസ് എന്നാണ് കൂളായി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനോട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുക്കിക്കൊണ്ട് റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റിലെ പത്രപ്രവർത്തകയായിരുന്ന റിനി ആൻഡ് ജോർജ് ഇപ്പോൾ മോഡലിംഗ് രംഗത്ത് ശ്രദ്ധേയാണ്. അവർ നടിയാണ്, പല സിനിമകളിലും അഭിനയിച്ചിട്ടുമുണ്ട്. അവർ കേരള കൗമുദിയിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ സൂചന നൽകിയത്. ഇതിനു മുമ്പ് പല വനിതാ ജേർണലിസ്റ്റുകളെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നത് വ്യക്തമായി. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റിനി ആൻഡ് ജോർജ് ഇക്കാര്യം ഓപ്പണായി തന്നെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള എല്ലാ സൂചനയും അവർ നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമീപിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത്. പിന്നീട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. പിന്നീട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ക്ഷണിച്ചു. വെറുതെ കാപ്പി കുടിക്കാനല്ല ക്ഷണിച്ചത്, വേദിലീലയാടാനാണ് ക്ഷണിച്ചത്. വിരട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാല് പൊക്കി ഓടി. ഇതൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് യുവ നേതാവിൻ്റെ വിക്രിയകൾ. ഇതൊക്കെയാണ് റിനി ആൻഡ് ജോർജ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിളിച്ച് പറഞ്ഞത്. കേസ് എന്നും പറഞ്ഞ് നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആകെ മൊത്തം ആപ്പിലായിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുന്ന തന്നോട് മോശമായി പെരുമാറുന്ന കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്ന റിനി പല നേതാക്കളോടും പറഞ്ഞു. വി ഡി സതീശനോട് പറഞ്ഞോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ വി ഡി സതീശൻ്റെ പേര് പറയേണ്ട, പല നേതാക്കളോടും താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. വി ഡി സതീശൻ അടക്കമുള്ള പല നേതാക്കളോടും താൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ റിനി ആൻഡ് ജോർജ് ഒഴിഞ്ഞു മാറുന്നത്. ഏത് നേതാക്കളോടാണ് പരാതി പറഞ്ഞതെന്ന് അവർ വ്യക്തമായി പറയുന്നില്ല. പക്ഷേ കുറേ നേതാക്കളോട് പരാതി പറഞ്ഞിരുന്നു, പക്ഷെ അവരാരും മൈൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവരിൽ ചിലർ റിനിയോട് പറഞ്ഞു അത്ര ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, നന്നാവില്ല, പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്നെസ് ആണെന്ന്. പക്ഷേ റിനി പറയുന്നത് തൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അയാൾ ഉയർന്ന് പോയി, വലിയ നേതാവായി മാറി, ഉയർച്ചയുടെ പടവുകൾ തേടി. അപ്പോൾ റിനി ചോദിക്കുന്നത്, ഇയാൾ ഉയർച്ചയുടെ പടവുകൾ തേടുമ്പോൾ ഇരകളുടെ എണ്ണവും കൂടും, അതുകൊണ്ടാണ് താൻ ഇത് വെളിപ്പെടുത്തിയത് എന്നാണ്. ഈ യുവ നേതാവിൽ നിന്നുണ്ടായ തിക്താനുഭവം വെളിപ്പെടുത്തിയത് എന്നാണ്. റിനി പറയുന്നത് ശരിയാണ്. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഈ ഉയർച്ചയുടെ പടവുകൾ തേടുമ്പോൾ ഇരകളുടെ എണ്ണവും കൂടും. എന്തായാലും റിനിയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പൊങ്കാലയിടുകയാണ്. ദേശാഭിമാനിയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിച്ചു. കാരണം രേഖാമൂലം ഒരു പരാതി റിനി ആൻഡ് ജോർജ് കൊടുത്തിട്ടില്ല, പോലീസിനും ഒന്നും. കോൺഗ്രസ് നേതാക്കൾക്കും പരാതി എഴുതി കൊടുത്തില്ല, വാക്കാലാണ് റിനി പറഞ്ഞത്. അതുകൊണ്ട് തെളിവുകളില്ല റിനിക്ക് തെളിയിക്കാൻ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയാൻ റിനിക്ക് ഭയമല്ല, നിയമ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ ചികഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന്. ഇനി ഹു കേസ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് സിമ്പിളായി പോകാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ആ കുരുക്ക് മുറുകി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പതനം സംഭവിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വി ഡി സതീശൻ്റെ പെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ ടീമാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത് തന്നെ. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണിരിക്കുന്നത് പെൺവിഷയത്തിൽ. എന്തായാലും റിനി ആൻഡ് ജോർജ് മാന്യയാണ്. അവർ നമ്മുടെ മിനീറിനെ പോലെയൊന്നും പറയുന്നില്ല. അവർ വളരെ മാന്യമായി തന്നെ അവർക്ക് സംഭവിച്ച ദുരനുഭവത്തെപ്പറ്റി പറയുന്നു. അത് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അവർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ പേര് പറഞ്ഞ് അയാളെ ദ്രോഹിക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ പേര് പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം അതിന് തെളിവില്ല. കാരണം ഇയാൾ വിളിച്ചത് വാട്സപ്പ് കോളുകളും അയച്ചത് വാട്സപ്പ് കോളുകളും വീഡിയോ കോളുകളും ഒക്കെയാണ്. അതൊന്നും അന്നവർ സേവ് ചെയ്ത് വെച്ചിട്ടുമില്ല. വാട്സപ്പിലൂടെയാണ് സന്ദേശങ്ങൾ അയച്ചത്. അതും അവരിൽ നിന്ന് മിസ്സായി. 3.5 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് ഇത് തുറന്നു പറയാൻ
പറയേണ്ടി വരും എന്നവർ വിചാരിച്ചില്ല. പക്ഷെ കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ ഈ നേതാവിൻ്റെ രൂപഭാവങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അവർ അത് വ്യക്തമായി പറയുകയും ചെയ്തു. എന്തായാലും റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കിക്കൊണ്ട് മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കുന്നു.